ഡോക്ടർ, സാധാരണ ഈ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞാലേ മറ്റു ഓർഗൻസ് ഒക്കെ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും. ഹെയർ ട്രാൻസ്പ്ലാന്റിനോ? ഇവിടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യന്റിന്, നല്ല ഡോണർ ഏരിയ ഉള്ള ഒരു പേഷ്യന്റിന് മിനോക്സിൽ കൊടുക്കാറുണ്ടോ? ഇല്ല. ഇല്ല. ഫിനോക്സ്ട്രൈഡ് അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ടീം കൊടുക്കാറുണ്ടോ ഹെയർ ക്യൂർ? ഇല്ല. ഇല്ല, കൊടുക്കാറില്ലല്ലോ. ഇല്ല. ആകെ ഒരു 4 മാസത്തേക്കോ 5 മാസത്തേക്കോ മൾട്ടി വൈറ്റമിൻ മാത്രമാണ് കൊടുക്കുക. വൈറ്റമിൻ D3 ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, അതൊക്കെ ഒന്ന് നോർമൽ സ്റ്റേജിലാക്കാൻ പറയും, അത്രയല്ലേ ഉള്ളൂ. മിനോക്സിൽ വെച്ചിട്ട് ഹെയർ വളർത്താനാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല. മിനോക്സിൽ അടിച്ചാൽ അത് ആജീവനാന്തം അടിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമുക്ക് ആ നോർമൽ പോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണേ. സോ നല്ല ഡോണർ ഏരിയ ആണെങ്കിൽ മിനോക്സിലോ ഫിനോക്സ്ട്രൈഡോ അങ്ങനെയുള്ള സാധനങ്ങളുടെ ആവശ്യം ഇല്ല. നന്നായിട്ട് കെയർ ചെയ്താൽ മതി. ഈ വളർന്നു വരുന്ന ഒരു 6 മാസം നിങ്ങളും ആ ചെയ്ത ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു ടച്ച് വെച്ചാൽ മതി. ഓരോ മന്ത്ലിയും പോയി റിവ്യൂ എടുത്തും GFC ഇഞ്ചക്ഷൻസ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ടാവും. അതൊക്കെ ചെയ്താൽ മതി. നമ്മൾ മിനോക്സിലും ഈ സാധനങ്ങളും ഒക്കെ അടിച്ചു നിൽക്കുന്ന സാധനം നിലനിൽക്കില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് പോകും. സോ മാക്സിമം നാച്ചുറലായിട്ട് ആ സാധനത്തിനെ വളരാൻ അനുവദിക്കുക.